മാറാമ്പല് കൂട്ടമണി അടിച്ചോണ്ടാണല്ലോ വരവ്. എന്തോ പ്രശ്നമുണ്ടല്ലോ. മാറാമ്പലിന് എങ്ങോട്ടാ? എന്റെ കർത്താവേ, ഞാനതൊക്കെ മറന്നു. നിക്കണം ഞാനുണ്ട്. സുധാര കടയൊന്ന് നോക്കണേ. ഞാനുണ്ട്. ഞാൻ ആ കാര്യം വിട്ടുപോയി. ഈ പ്രസേന്തി എന്ന് പറഞ്ഞ എന്താ പിള്ളേ? തിന്നണ സാധനം വല്ലാണ്. എന്റെ ഹാജിയാരെ, ഈ പ്രസേന്തി എന്ന് പറഞ്ഞാലേ പള്ളിപ്പെരുന്നാൾ കാശ് മുടക്കി നടത്താൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളെന്നാ. ഓ, ഈ ഇടവകയില് മുമ്പ് ഇരുന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇത്രയും സമാധാനപരമായിട്ടുള്ള ഒരു പള്ളി കമ്മിറ്റി യോഗം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പണ്ടത്തെ സ്ഥിതി മറിച്ചായിരുന്നല്ലോ. അന്നൊക്കെ പെരുന്നാൾ അടുക്കുമ്പോ നെഞ്ചിനകത്ത് തീയ. ആരൊക്കെയാ വെട്ടിയും കുത്തിയും ആശുപത്രിയിലാകുന്നെന്നുള്ള ഭയമാ. ഇന്നേതായാലും ആ അവസ്ഥയൊക്കെ മാറിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ചേരി തിരിഞ്ഞു നിന്നിരുന്ന തെക്കേ അങ്ങാടിക്കാരും വടക്കേ അങ്ങാടിക്കാരും ഒരുമിച്ച് ഇങ്ങനെ ഒരു പെരുന്നാൾ കമ്മിറ്റി ഉണ്ടാക്കിയതിൽ ഞാൻ ഇരുകൂട്ടരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ചെറിയ ജീവിതം കലഹിച്ചു തീർക്കാതെ പരസ്പരം സ്നേഹിച്ചു തീർക്കാനുള്ള ശക്തിയും മനസ്സും സർവീശ്വരൻ നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 50 തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ ഏകകണ്ഠേന തെരഞ്ഞെടുത്ത പെരുന്നാൾ പ്രസിദ്ധേന്തിയുടെ പേര് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. കുരിശ് വീട്ടിൽ വാവ. വാവയ്ക്ക് എത്താൻ പറ്റുവോ? വാവ തിരിച്ചു വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. മാത്രമല്ല, പെരുന്നാൾ പ്രസിഡന്റിയെ കൊണ്ടുവരാൻ നമ്മൾ അങ്ങോട്ട് പോകണമെന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. കമ്മിറ്റിക്ക് സമ്മതമാണെങ്കിൽ കൈയടിച്ച് പാസ്സാക്കും. അച്ചോ, ഇപ്പോഴത്തെ അവസ്ഥയില് വാവിനി സമ്മതിക്കാതിരിക്കോ? വാവ എതിരഭിപ്രായം പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തേ? അല്ല, പിടികെട്ടാത്ത മനസ്സല്ലേ. എപ്പോഴാ എന്താ തീരുമാനിക്കാന്ന് ആർക്കാ പറയാൻ പറ്റാ? എന്തായാലും നമ്മളൊക്കെ കൂടി നിർബന്ധിച്ച വാവച്ച് സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇടവകക്കാർക്ക് വാവയോടുള്ള സ്നേഹം അറിയിക്കാനും കൂട്ടിക്കൊണ്ടുവാനുമാ വന്നത്. ഈ വർഷത്തെ അമ്പൂരിനാൾ അടുത്തു. വാവയുടെ അനുവാദവും സമ്മതവും കൂടാതെ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇക്കൊല്ലം പെരുന്നാൾ നടത്തേണ്ട പ്രസിദ്ധേന്തി വാവയാണ്. സംശയിക്കേണ്ട, ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇടവകക്കാർ ഒന്നടങ്കം എടുത്ത തീരുമാനമാ. തീരുമാനമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലെങ്കിൽ വാവയോട് ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം. പഴയ കാര്യങ്ങൾ ഓർത്ത് അരുതെന്ന് മാത്രം പറയരുത്. വാവാച്ചി എങ്ങനെയൊക്കെ മാറിയാലും വീട്ടാനുള്ള നേർച്ചക്കടവെങ്കിലും തീർക്കണ്ടേ? ഇപ്പൊ ഈ പെരുന്നാൾ വാവ പുണ്യാളിന് നൽകുന്ന നേർച്ച മാത്രമല്ല, എല്ലാ ദൈവങ്ങളെയും ഒന്നായി കാണുന്ന പള്ളിയങ്ങാടി എന്ന ഗ്രാമത്തിന് നൽകുന്ന നേർച്ച കൂടിയാണിത്. വന്നാട്ടെ.
സെബാസ്റ്റ്യൻ ചർച്ചിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാധാരണ പള്ളികളിൽ പെരുന്നാൾ നടത്താൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ ഈ ഇടവകയിലെ പെരുന്നാൾ നടത്തുവാൻ വേണ്ടി രണ്ട് വിഭാഗക്കാർ തമ്മിൽ എന്നും വാശിയോടെ മത്സരിക്കാറാണ് പതിവ്. പള്ളിയുടെ തെക്ക് ഭാഗത്ത് താമസിക്കുന്നവർ തെക്കേ അങ്ങാടിക്കാരെന്നും പള്ളിയുടെ വടക്ക് ഭാഗത്ത് താമസിക്കുന്നവർ വടക്കേ അങ്ങാടിക്കാരെന്നുമാണ് അറിയപ്പെടുന്നത്. തെക്കേ അങ്ങാടിയിലെ നേതൃസ്ഥാനത്ത് പ്രമുഖരായ പുലിക്കാട്ട് കുടുംബക്കാരാണ്. വടക്കേ അങ്ങാടിയുടെ നേതൃസ്ഥാനത്ത് വക്കീലമ്മ എന്നറിയപ്പെടുന്ന കുരിശു വീട്ടിൽ മറിയാമ്മ വക്കീലും കൂട്ടരുമാണ്. വാശിയേറിയ മത്സരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റെങ്ങും കാണാത്ത ഈ മത്സരത്തെ കുറിച്ചും ഇതിന്റെ ആവശ്യകതയെ കുറിച്ചും ഈ പള്ളിയുടെ വികാരിയായ ഫാദർ മുരുക്കുംപാടത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഫാദർ പ്ലീസ്. ഞാൻ ഈ ഇടവകയിലേക്ക് വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് കിട്ടിയത് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറാണ്. ഈ ഇടവകയിൽ 6 മാസക്കാലം ഒരച്ഛനും തികച്ചിരുന്നായിട്ട് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് മര്യാദക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി അങ്ങ് അരമനയിൽ നിന്നും പ്രത്യേകം അനുവാദം വാങ്ങി ഞാൻ നടത്തിയ ചില പരിഷ്കാരങ്ങളാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പള്ളിപ്പെരുന്നാളെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ തെക്കേ അങ്ങാടി നീടി തുടങ്ങും. അപ്പൊ വടക്കേ അങ്ങാടിയിലെ ആണുങ്ങൾ തിരിച്ചു തല്ലി കുറെ പേര് ആശുപത്രിയിലാകുമ്പോ മറ്റുള്ള മതക്കാര് പറയും അങ്ങാടി പള്ളിയിലെ പെരുന്നാൾ അടുത്തു. അങ്ങനെ പെരുന്നാൾ തെക്കേ അങ്ങാടിക്കാർക്ക് നടത്തണമെന്നും വടക്കേ അങ്ങാടിക്കാർക്ക് നടത്തണമെന്നും പറഞ്ഞ് തല്ല് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ രണ്ടു കൂട്ടരെയും ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ നോക്കി, നടന്നില്ല. എന്നാ നറുക്കെടുപ്പിലൂടെ ഒരു തീരുമാനമെടുക്കാൻ നോക്കിയിട്ട് ഇടിയില്ല കലാശിച്ച്. എന്നാ പിന്നെ തല്ലി തീരുമാനിക്കട്ടെ എന്ന് ഞാനും കരുതി. അതുകൊണ്ട് ഈ കൊല്ലം ഒരു മത്സരത്തിലൂടെ പെരുന്നാൾ പ്രസിദ്ധീയെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാവുമ്പോ ഒരു വിനോദമായി. തല്ലുകാർക്ക് ദേഹോപദ്രവമായ കഥ തല്ലും തുടങ്ങും. അവൻ ചന്തമുക്കിലെ പീടിയ ഒഴിപ്പിക്കാൻ പോയിരിക്ക. ഇപ്പൊ വരും. വടക്കേ അങ്ങാടിയിൽ ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നടാ. വടക്കേ അങ്ങാടി കരുത്തുള്ള ആമ്പിള്ളേർ ആരും ഇല്ലേടാ. വാടാ, വരികടാ, വരി വരി നോക്കാം. വാ, അപ്പുറത്തെ ആണുങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കാച്ചോ. ശരി, അങ്ങനെ ആട്ടെ. തെക്കേ അങ്ങാടിക്കാർ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വടക്കേ അങ്ങാടിയിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ശരി, തെക്കേ അങ്ങാടി ഞാനുണ്ടോ? വക്കീലമ്മേ, വെറുതെ വയസ്സുകാലത്ത് നടു കൊടുക്കണോ? പണ്ട് കള്ളൂറ്റാൻ കയറി നടുവുളുക്കി വീണത് നിന്റെ അപ്പൻ പുലിക്കാട്ടിൽ വക്കച്ചനാ. വരണം വക്കീലമ്മേ. അമ്മയുടെ ഇറങ്ങിക്കേ. വീഡിയോ ഒഴിപ്പിച്ചോടാ. ഒഴിപ്പിച്ചാന്ന ഒഴിപ്പിക്കാൻ ചെന്നപ്പോ അവര് പറയണേ അടുത്ത കൊല്ലം ഒഴിഞ്ഞോളാന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് അമ്മയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെ പിന്നെ അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കേണ്ട വല്ല കാര്യമുണ്ട്, ഒഴിയാതെ പറ്റുകയെന്ന്. അപ്പൊ അവര് പറഞ്ഞു അന്നാതെ ഞങ്ങൾ ഇപ്പൊ പറയണ അടുത്ത കൊല്ലം ഒഴിഞ്ഞോളാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഒഴിഞ്ഞാന്ന ഒഴിപ്പിച്ച്. എന്നാ ഇനി തെക്കങ്ങാടിക്കാരെ കൂടെ ഒന്ന് ഒഴിപ്പിക്കടാ. ശരി ശരി. അച്ചോ ഈശോ
വിഷയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. അങ്ങനെ എപ്പോഴും തരാൻ നോക്കല്ല, കാണുമ്പോഴൊക്കെ തരാം. ഇവനെന്താ കുർബാന കൈക്കൊള്ളുകയാണ്? അല്ല മുളച്ച പുലിക്കാട്ടുകാർക്ക് സിമിത്തേരിയിൽ കല്ലറ വല്ലതും ഉണ്ടെന്ന് ചോദിച്ചാൽ മോനെ ബ്രിട്ടോ, അപ്പൊ നമുക്ക് നമ്മുടെ പണി തുടങ്ങല്ലേ? തൂക്കി വെക്കാൻ പഞ്ഞി ഷൂസും ഒക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. എന്നാ വാവാക്കും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ആർക്കും വരാം, എവനും വരാം, പുലിക്കാട്ടിലേത് പൂച്ചക്കും വരാം. അനുജ, വാ വാ വാടോ. ഞാനുണ്ടോ? പാടില്ല. ഫൗൾ, ഫൗൾ. കയ്യാങ്കളി വെച്ചോ. ഞങ്ങൾ ജയിച്ചേ, ഞങ്ങൾ ജയിച്ചേ, ഞങ്ങൾ ജയിച്ചേ. തെക്കേങ്ങാടിയിലെ എല്ലാ പുലിക്കുട്ടികളും തോറ്റു കഴിഞ്ഞു. ഈ കൊല്ലത്തെ പെരുന്നാള് ആർക്കാണെന്ന് പ്രഖ്യാപിക്കാച്ചോ. ഇക്കൊല്ലത്തെ അമ്പ് പെരുന്നാൾ വടക്കേ അങ്ങാടിക്കാർക്ക്. നീ ആനയെ കുളിപ്പിച്ചോണ്ട് പെട്ടി സാധനങ്ങൾ താത്തു വെക്കണ. ഓ ശരി. എടാ മറ്റവന്മാരെ, ഈശമറി യോസപ്പേ എസ്റ്റേറ്റിൽ എത്തിയോ? എടേ ചെവി പഞ്ഞു വെച്ചോ, ഇന്ന് തെറിയുടെ പൂരായിരിക്കും. അയ്യോ, എവിടെയാണ് നിന്റെയൊക്കെ മാപ്പിളമാര്? അച്ഛൻ ഷേവ് ചെയ്തോണ്ടിരിക്കുക. അവന് പറ്റിയ പണി അതൊക്കെ തന്നെയാ. ഞാൻ അങ്ങാടിയിൽ അവനൊരു പുതിയ കടയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വടക്കങ്ങാടിക്കാര് മൊത്തം അവൻ ചെരക്കട്ടെ. വടക്കേ അങ്ങാടിക്കാര് പെരുന്നാൾ കൊണ്ടുപോയി ആൻഡോച്ചൻ എന്ത് പഠിച്ച്? എടീ വക്കീല് പണി നിന്റെ കെട്ടിയവൻ പോളച്ചനല്ലേ, നിനക്കല്ലല്ലോ. എന്റെ മോള് വെറുതെ ലോ പോയിന്റ് എടുത്ത് അപ്പനെടുത്ത് കടുക് വറക്കാൻ നിക്കല്ലേ. അതേ വരുന്നു പൊണ്ണാപ്പി. എടാ ഏതായാലും നീ ചെരച്ച് ആ മീശം കൂടെ അങ്ങോട്ട് ചെരച്ച് കളയടാ. എന്നിട്ട് സാരി എടുത്തോണ്ട് കുരിശുകൂട്ടുകാരെ മുറ്റമടിക്കാൻ പോ. ആണോന്നും പറഞ്ഞ് നടക്കുന്നു. അപ്പൊ നോക്കിയോ, ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അവര് മനസമാധാനത്തോടെ നടത്തില്ല. പെരുന്നാൾ നമ്മൾ പൊളിക്കും. പിന്നെ ഒലത്തും. നിനക്ക് ആ വാവയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരായിരിക്കും. എടാ അവൻ ഇപ്പോഴും അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോത്തനാണെങ്കിലും അവന്റെ ഓരോ ഇടിയും ഒരു 1.5 കിൻഡല് വരും. പണ്ടൊന്ന് കിട്ടിയതിന്റെ അനുഭവം വെച്ച് പറയുന്നതാ. എന്റെ മോൻ വെറുതെ നെഞ്ചും കൂടി തകർക്കാൻ പോണ്ട. അപ്പൻ ആളെ ഇറക്കും, അവനെ മറിക്കാൻ പറ്റിയ കൊമ്പന്മാരെ ഇറക്കും. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അവര് നടത്തണമെങ്കിൽ നടത്തട്ടെ, വെറുതെ എന്തിനാ വഴക്കിന് പോകുന്നത്? എടാ ആൻഡോച്ചാ, എന്തോ? ഇവിടെ നീ തൊഴിക്കുവോ അതോ ഞാൻ തൊഴിക്കണോ? ഇവളെ ഞാൻ കേറി പൊടിയാത്ത. നീ പൊടിയാത്ത്. പിശാചു മോറികള്. ആടാ എന്താപ്പാ ഇന്നല്ലേ ആ മീൻചന്തലെ തല്ല് കേസിന്റെ വിധി? അതെ. ഈ കേസിലെങ്കിലും നമ്മൾ ജയിച്ചില്ലെങ്കിൽ ആ പോളച്ചം വക്കീലെ ഇന്ന് ഞാൻ കൊല്ലും. ഒരിടത്ത് പോത്തമ്പാവ, ഇവിടെ 2 വെട്ടുപോത്തുകൾ.